ആനകളൊക്കെ എത്തിയില്ല. ചടങ്ങുകളൊന്നും അതെങ്ങനെയാ? അളവുകാരനില്ലാതെ എങ്ങനെ തുടങ്ങുക? അയാൾ വരട്ടെ. ഒരളവുകാരൻ മൈസ്ലറ്റല്ലേ? എല്ലാം പറഞ്ഞ സമയത്ത് നടക്കണം. 5 മിനിറ്റ് കൂടി കാക്കും, അല്ലെങ്കിൽ വേറെ ആളുകൾ നടക്കും. ഇവൻ എവിടെ പോയി കിടക്കുക? അവൻ വന്നില്ലെങ്കിൽ സംഗതി പറയും. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാ വടക്കേക്കാരക്കാർ വന്നിരിക്കണേ. എന്തെങ്കിലും കൊനശുകൾ ഇറക്കി തിടമ്പ ഒരു കയ്യിലാക്കും. അനുജത്തിനറിയാമല്ലോ, അവൻ ഇടഞ്ഞ കൊമ്പന. നിങ്ങൾ ധൈര്യമായില്ല. അവൻ ഇടഞ്ഞ കൊമ്പനാണെങ്കിൽ ആനപ്രേമി കൃഷ്ണപ്രസാദ് തെളിഞ്ഞ കൊമ്പന. പാല് പോലെ തെളിഞ്ഞ കൊമ്പൻ. ഇവൻ രാമേന്ദ്രൻ ഈ ആനത്തറവാട്ടിലെ പ്രമാണിമാരിൽ ഒരാളാണ്. കണ്ടാ നമ്മുടെ നാടനാനയാണെന്ന് തോന്നുമെങ്കിലും ആള് ആസാമുകാരനാ. ആനശാസ്ത്രത്തിൽ പറയുന്ന ഒട്ടുമുക്കാൽ ലക്ഷണങ്ങളും ഒത്തുചേർന്ന് ഒരുക്കുന്നത്. ഇവനൊരു ഇരട്ടപ്പേരുണ്ട്, വീരപ്പൻ. അത് മൂപ്പർക്ക് കാടിനോട് വലിയ കമ്പ. അതിപ്പോ ചെറിയ പൊന്തക്കാടായാലും മതി, അപ്പൊ അതിലേക്ക് അങ്ങോട്ട് ഓടും. അങ്ങനെ വീണ പേരാ. വലിയ പരിഷ്കാരിയല്ലേ, അങ്ങ് വൈറ്റ് ഹൗസിൽ താമസിക്കേണ്ട ആളാ. പ്രസാദാ, സത്യം പറയാലോ, ഈ ആനക്കോട്ടയിലെ ആനകളെക്കാൾ ഞങ്ങൾ ആകർഷിച്ചതേ ഈ ആനക്കമ്പക്കാരനെ. ഒരു സ്നാപ്പോട് എടുത്തോട്ടെ. രാമേന്ദ്ര, നമുക്കൊന്ന് പോസ് ചെയ്തേ. അതെ, കാർന്നതൊക്കെ മതി, ഇപ്പൊ തന്നെ നടക്കണം. നടക്കാറായി ആനകളെ ദൈവം നടന്നത്. സമയം വന്നോ, ഒരല്പം കൂടി കാത്തു. പറ്റില്ല, ഇപ്പൊ തന്നെ നടക്കണം. അവനിനി വല്ല അവൻ മുങ്ങിയതാ. അനുരുദ്ധ മുതലാളി എന്ന് പറഞ്ഞ അവന് ഭയങ്കര പേടിയാ. അവൻ ഞാൻ പറഞ്ഞില്ലേ ഇവൻ വരും. എന്നാ നമുക്കങ്ങോട്ട് തുടങ്ങല്ലേ. വടക്കേക്കര ബലരാമൻ, വലിയടത്ത് അനിരുദ്ധന്റെ തലയെടുപ്പുള്ള കൊമ്പൻ, തനി ബീഹാറുകാരൻ, ഈ നാട്ടുകാരനായി വരുന്നതേയുള്ളൂ. ഇതുവരെ 13 ഉത്സവങ്ങൾ, അതിൽ 10ലും തിടമ്പ്. മാമ്പള്ളി അർജുനൻ, മാമ്പള്ളി രമേശന്റെ ഒരേ ഒരു ദേവന, എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും തിടമ്പ്. ദേവന്മാരുടെ ഉത്തമ പീഠം. നിന്ന് വീരവാദം അടിക്കാതെ വേഗം അളക്കാൻ നോക്കണോ. മനസ്സിലായില്ലേ? ഇല്ല. തലയെടുപ്പ് ഇതുപോലെ അറിയാതെ. എടോ പുളിക്കത്തറേ, ഉയർന്നു നിൽക്കുന്ന കുന്നുപോലെയായിരിക്കണം ആനയുടെ തലയെടുപ്പ്. അതിനു മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാവണം തിടമ്പ്. അതാണ് ശാസ്ത്രം. ആന സ്വയം വേണം തലയുയർത്തി നിൽക്കാൻ, അല്ലാതെ തോട്ടി കൊണ്ട് ഇങ്ങനെ കുത്തി പൊക്കിയല്ല വേണ്ടത്. വരണത് അളവെടുപ്പ് തുടങ്ങാറായി. ആരെങ്കിലും വിളിക്കറിയോ? മണ്ണിന് കൂട്ടട്ടെ. മതിയാ. അളന്നു കഴിഞ്ഞല്ലോ, ഇനി യോഗ്യനെ പ്രഖ്യാപിക്കുക. അളന്നു കഴിഞ്ഞപ്പോ മാമ്പള്ളി അർജുനന് 312 സെന്റിമീറ്റർ തല എടുത്തു നിൽക്കുമ്പോ, അടുത്തത് വടക്കേക്കര ബലരാമൻ 307 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഏറ്റക്കുറച്ചില്. സംശയിക്കണ്ട, ഭഗവതിയുടെ തിടമ്പേറ്റാൻ ഉത്തമമായ മസ്തകം മാമ്പള്ളി അർജുനന്റെ തന്നെ. ആഘോഷിക്കാൻ പറ്റേ, അളവിൽ പിഴവുണ്ട്. ഈ പ്രദേശത്തെ ഉത്സവങ്ങൾക്ക് ആനകളെ അടങ്ങാറുള്ളത് പ്രസാദ് തന്നെയാണ്. ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. എന്താ അതെന്നെ അളവിൽ പിഴവ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചില സംശയമുണ്ട്. അതെ, എന്റെ അനിരുദ്ധ മുതലാളി അറിയാല്ല, തിടമ്പ് നഷ്ടപ്പെട്ട മൂപ്പർക്ക് വലിയ കുറച്ചില്ല, സഹിക്കില്ല. അളവുകാരൻ പറയുന്നത് അവസാനത്തെ വാക്ക്. താൻ ഞങ്ങളുടെ ആനയ്ക്ക് ആ തിടമ്പൊന്ന് മാറ്റി പറഞ്ഞു. കാശ് എത്രയാന്ന് വെച്ചാൽ തരാം. ഇല്ലെങ്കിൽ അറിയാലോ, മൂർഖനാന്റെ മുതലാളി ഞാനാണല്ലേ. അടിച്ച് നിന്റെ അണപ്പല്ലിയാൻ താഴെയിടും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. വീട്ടിലെല്ലാവർക്കും സുഖം? ഓ സുഖം. നമുക്ക് അങ്ങനെ കാപ്പി കുടിക്കുന്നു. അല്ല, എന്ത് പറയുന്നു? അളവ് കൃത്യമായില്ലേ? ആണല്ലോ. എന്നാ നമുക്ക് മാറി ഒന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ കിട്ടിയില്ലേ തെക്കേക്കര ദേശത്തിന്.
2 ദിവസത്തേക്ക് തീറ്റ വെള്ളം ഒന്നും കൊടുത്തു പോരുത്. അവിടെ കിടക്കട്ടെ. തലപൊക്ക മത്സരത്തിൽ ദേശക്കാർക്ക് മുമ്പ് എന്നെ മാനം കെടുത്തിയവനാ ഈ പൊന. ആ ഇയാളുടെ കണക്കെന്താണ്ട് തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇനി ഇങ്ങനൊരു പാപ്പാനും ഇവിടെ വേണ്ട. മുതലാളി എന്നെ പറഞ്ഞു വിടരുത്. എന്റെ കുടുംബം എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും എന്റെ ആനയ്ക്കാവണം കിടമ്പ്. അതുവഴി എനിക്കും കിട്ടണം ഒരു ഹോട്ട് പൊളിറ്റിക്കൽ പബ്ലിസിറ്റി. അനിരുദ്ധൻ ആനയെ വളർത്തുന്നത് പേരിനും പണത്തിനും വേണ്ടിയാ, അല്ലാതെ സുഖത്തിലേക്കല്ല. എന്താണോ ക്ഷേത്രപ്പറമ്പിൽ നടന്നത്? കാണേണ്ട കാഴ്ചയായിരുന്നു മുതലാളി. ആദ്യം നമ്മുടെ ആന തല ഉയർത്തിയ ഒരു നിൽപ്പ്. അവിടേക്ക് മാമ്പള്ളി അർജുനനെത്തി. തല ഒരൊറ്റ പൊക്ക് ടീം ദേ കിടക്കണം നമ്മുടെ ആന. അർജുനൻ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണണം മുതലാളി. ഹിമാലയം അല്ലേ അടിയിപ്പൊ കൊണ്ടുവന്നേട്ടാ. അവനാ അവൻ ആ നായിന്റെ മോൻ ആനക്കമ്പക്കാരൻ. അവന്റെ ആരോടോ ഗൗരി? അങ്ങനെ ചോദിച്ചാ അവൻ കാരണം വഴിയാധാരമാകാൻ പോകുന്നൊരു പെൺകുട്ടി. അവരെ ഒരുമിച്ച് തുടങ്ങി നിർത്താലയം പൂട്ടിപ്പിച്ചത് നമ്മള് തന്നെയല്ലേ. ആനയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് മുതലാളിയെ കോടതി കയറ്റിയെന്നുള്ള തിരിച്ചടിയായി എന്തേ ഇപ്പോഴും കൊണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ആനസംഘ ഉടമ മെമ്പർ, സൊസൈറ്റി ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ അങ്ങനെ നീളുന്ന രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉള്ളത് അതിന് തന്നെയാണോ? ഇടഞ്ഞു നിൽക്കുന്നവരെ കൂച്ചു വിലങ്ങിട്ട് തളയ്ക്കാൻ. തന്നെ നോവിച്ചാൽ എനിക്ക് നോവില്ലടോ. അതുപോലെ പ്രസാദിനും നോവും. അവളെ നോവിച്ചാൽ ഇയാൾ ഇനിയും വാങ്ങിക്കും. എന്താണോ? ഒന്നുമില്ല. ചെറിയമാവ എന്തായി? അളക്കലൊക്കെ കഴിഞ്ഞോ? അളക്കലോ? എന്തളക്കല്? വേണ്ട വേണ്ട, കിടന്ന് ഉരുളൊന്നും വേണ്ട. ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ വന്നിരുന്നവര് കോഴ തരാൻ. കോഴേ? അതൊക്കെ പോട്ടെ, എന്റെ ഏട്ടൻ അറിഞ്ഞോ? വല്യമ്മാവനല്ല അറിഞ്ഞു. മറക്കാതെ പച്ചക്കറി വാങ്ങിയില്ലേ? ഈ വക്കീലിന്റെ ചന്തയിപ്പോക്ക് ഒഴിവാക്കി. ഇതെന്താ മുരിങ്ങിക്ക? അല്ല, കലണ്ടറാ. കലണ്ടറോ? ഇതെന്ത് ചേന? അല്ല, ഒരാനയാ. നമുക്ക് അവിടെ വെക്കാം. സരസു, അത്താഴത്തിന് ഈ ആന നുറുക്കി നമുക്ക് തോരൻ വെക്കാം. ഇതെവിടുന്ന? നിന്റെ അനിയന്റെ സമ്മാനം. ഉണ്ണിയമ്മോ, പേടിച്ചു പോയി. എന്റെ ഉണ്ണിയമ്മയ്ക്ക് ഞാൻ എന്താ കൊടുന്നിരിക്കുന്നത് നോക്കിയേ. സാക്ഷാൽ ഗുരുവായൂർ കേശവൻ. ഇതിന് പകരം ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വാങ്ങിച്ചുകൂടായിരുന്നു നിനക്ക്? അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കേശവൻ. അമ്മ കേട്ടിട്ടില്ലേ, ദിവ്യത്വമുള്ള ആനയാ. കേശവന്റെ കഥകൾ കേൾക്കണം. ഒരു ദിവസം എഴുന്നേൽപ്പ് കേൾക്കണ്ട നിന്റെ ഈ ആന കഥകള്. നീ ഈ ആനകളുടെ പുറകെ നടന്ന് ഞങ്ങളെ തീ തീറ്റിക്കുന്നതിന് പകരം നിന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചുകൂടെ കൃഷിപ്പണിക്ക്? നല്ല കഥയായി. ഇപ്പോഴത്തെ ജോലി എന്താ അത്രയ്ക്ക് മോശ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരമ്പട്ട സബ് കോൺട്രാക്ടറാണ് ഞാൻ. ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് അന്ന എത്തിച്ചു കൊടുക്കാന്ന് വെച്ചാലേ അതിലും വലിയ പുണ്യം വേറെ എന്താ ഉള്ളത്? അമ്മ നോക്കിക്കോ, ഈ മുറ്റത്തൊരു ആനപ്പന്തി, അതിൽ നിറയെ കൊമ്പന്മാര്, അതിലേറ്റവും കേമന്റെ പുറത്ത് എന്റെ അമ്മയിരുത്തി ഈ നാട് മുഴുവൻ കറക്കി ഗുരുവായൂർ കൊണ്ട് തോന്നിക്കും ഞാൻ. അമ്മ നോക്കിക്കോ. പോയ എനിക്ക് 100 കൂട്ടം ജോലിയുള്ളതാ. ഇന്ന് പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് പിടിച്ചേ. പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്തൊരു ആനയുണ്ടായിരുന്നു. അവനാണ് തിരുനക്കര കൊച്ചുകൊമ്പൻ. എന്താ ആനന്നറിയാമോ? ഒരു 10-10.25 അടി. നല്ല കരിവീട്ടിയുടെ നിറം, നല്ല കൊമ്പും ചെവിയും തലയും. ഉത്സവലഹരിയിൽ ആറാടി അങ്ങനെ തല പൊക്കി പിടിച്ച് ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കുണുങ്ങി 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 ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ ഉത്സവപ്പറമ്പിലേക്ക് അച്ഛന്റെ കയ്യും പിടിച്ച് ഒരു 7 വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെ ആനയെ കാണാൻ വരികയായിരുന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. ആന ഇടഞ്ഞു, ആളുകൾ ചെതറി ഓടി. അച്ഛന്റെ പിടിവിട്ട് കൂട്ടം തെറ്റി ആ പയ്യൻ എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? മതം പിടിച്ചു നിൽക്കുന്ന ആനയുടെ തൊട്ടു മുമ്പിലേക്ക്. ആന ഇവിടെ, പയ്യൻ ഇവിടെ. ആന അടുത്തടുത്തേക്ക് വന്നു, തൊട്ടടുത്തെത്തി. അവൻ പേടിച്ചു വിറച്ചു, കാലങ്ങട് പൊക്കി. പക്ഷെ ചവിട്ടിയില്ല. എന്നിട്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു. അന്ന് ആ കൊച്ചുകൊമ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ 7 വയസ്സുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് പ്രസാദ മാമൻ. അതെങ്ങനെ മനസ്സിലായി? ഇതിന് 1000 തവണ പറഞ്ഞല്ലേ? ആണോ? എങ്കിൽ വേറൊരു കഥ പറയാം. തെങ്ങണ ഗോപാലൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയോ വഷളായി. വേണ്ടാത്ത കഥകൾ ഓതിക്കൊടുത്ത് ഈ പിള്ളേരെ കൂടെ വഴിതെറ്റിക്കരുത്. അളിയ, ഇതൊക്കെ വെറും ആനക്കഥകളല്ലേ? മതിയിലോ? ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ടീച്ചർ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞെന്താണെന്ന് അറിയോ? ആനപ്പാപ്പാനാവണം. നല്ല കാര്യല്ലേ? വളരെ നല്ല കാര്യമല്ലേ? നാട്ടുകാരനാ പാപ്പാന്റെ അപ്പാന്ന് വിളിക്കുന്നത്. എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോയി പഠിക്കാം. ഇവനിങ്ങനെ തുടങ്ങിയ കേമാവും. മോളൊരുത്തി കെട്ടുപ്രായമായേ. നമ്മുടെ ഭാഗം ഒന്ന് ചോദിക്കാന്ന് പറഞ്ഞാ ഏട്ടൻ വിഷമിക്കുമെന്ന് പറഞ്ഞ അതിനും വയ്യ. എങ്ങനെയാ ചോദിക്കുക? അങ്ങനെ വളർത്തിയത് ഏട്ടൻ ഞങ്ങളെ. അച്ഛൻ മരിച്ചപ്പോ മുതല്
കുടുംബഭാരം ചുമക്കാൻ തുടങ്ങിയതാ. ഞങ്ങളെ ഒന്നും ഇതുവരെ ഒരല്ലലും അറിയിച്ചിട്ടില്ല. സ്വന്തമായി ഒരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ചു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ള ഏട്ടനോട് എങ്ങനെയാ ഭാഗം ചോദിക്കുക? ചോദിക്കണ്ട, ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ. തമ്പികളിയും പറഞ്ഞ പോലെ വല്ല ആനപ്പാപ്പന്റെ സംബന്ധം കൊണ്ടുവരും നിന്റെ അനിയൻ നമ്മുടെ മോക്ക്. പ്രസാദേ, നീ ആന അളക്കാൻ ചെന്നുണ്ടാക്കിയ കോലാഹലമൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്തിനുള്ള പുറപ്പാടാ? എടാ, അമിതായാൽ എന്തും ദോഷ. ആനക്കമ്പം ആയിക്കോ, പക്ഷെ അതിന്റെ പേരിൽ ശത്രുക്കളെ ഉണ്ടാക്കരുത്. ദേശക്കാരൊക്കെ ഇപ്പൊ കൂടെ കാണും, പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോ അവര് കൈവിടും. നീ ചിലപ്പോ നല്ല ഉദ്ദേശത്തോടെ ആവും എല്ലാം ചെയ്യുന്നത്, പക്ഷെ മറ്റുള്ളവരങ്ങനെ കാണണമെന്നില്ല. ഓരോ ദിവസവും നിനക്ക് ഓരോരോ പ്രശ്നങ്ങളാ. ദേ, അനിരുദ്ധനായിട്ട് വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. അവന് രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടാ. വിടറാ. ഇനി മതി, ബാക്കി മുകളിൽ ചെന്നടിക്കാം. അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഏതെങ്കിലും പിശാചികൾ വരും. ഇങ്ങോട്ട് വാ. ഹലോ ചേട്ടാ. ഒരു വഴിക്ക് പോകുമ്പോ ഏത് പിശാച പുറകിന്ന് വിളിക്കണത്? ഈ പേരാമംഗലത്ത് ലക്ഷ്മിയുടെ മകള് ഗൗരിയുടെ വീടേതാ? കോടതിന്നാവും, ജപ്തിയായിട്ട് അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ലാതെ അവരെ തേടി ആര് വരാനാണ്? അവ കാണിച്ചു തരാം. യാദവ കൂല കോസലേ രാമനേയരുൾവായാദവ. ഇതാണ് ഗൗരി കുഞ്ഞ്. കാര്യങ്ങൾ പറഞ്ഞോളൂ. എന്താ അത്? എങ്ങനെ പറയാ, ഞങ്ങൾ ആമിമാരുടെ ഏറ്റവും വലിയ ഗതികേടായിട്ട് അശുഭകരമായ വാർത്തകളെ പറയാൻ പറ്റും. ഈ വേഷത്തോട് തന്നെ ആളുകൾക്ക് ഭയവും വെറുപ്പുമാണ് എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? എന്താ കാര്യം? പറയാം. കുട്ടി വിഷമിക്കരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. ജീവിതത്തിൽ പല വിഷമങ്ങളുണ്ടാവും, എല്ലാം നേരിടാനുള്ള കരുത്തുണ്ടാവണം. നിങ്ങൾ കാര്യം പറ. അത് ഈ വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസാണ്. ഇതായിരുന്നോ? ഞാനാകെ പേടിച്ചു പോയി. കൊറേ നാളെ വരും വരും പറഞ്ഞ് കാത്തിരിക്കണു. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. തന്നോളൂ തന്നോളൂ, ഒപ്പിടാം. അതെ, നിങ്ങളുടെ ആനക്കമ്പക്കാരൻ മുതലാളിയോട് ഞാനൊന്ന് കാണണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ശരി അമ്മേ, ജപ്തി നോട്ടീസ് വന്നോട്ടോ. അയ്യേ, എന്തയ്യെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ആ കുട്ടി ഞെട്ടില്ലെന്ന്. ഇക്കാര്യത്തിൽ ജപ്തി എന്നൊരു പ്രശ്നമല്ല. ദേ നോക്കിയേ, എന്റെ ഈ തളപ്പ് വരെ ജപ്തിയില്ല. ലോലപ്പന്റെ ചാപ്പിലേ. അയ്യേ, ഇതെന്ത് വിശേഷാണ്? അയ്യേ, എങ്ങനെ കഴിയണു എന്റെ മോൾക്ക് ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കാൻ? പിന്നെ എന്ത് ചെയ്യണം? ഉറക്കെ കരയണോ? ആരാണ് കേൾക്കാൻ? എന്നും നമ്മൾ ഒറ്റയായിരുന്നില്ലേ? എന്തും കരുത്തോടെ നേരിടണമെന്ന് എന്നെ പഠിപ്പിച്ച അമ്മ തന്നെ ഇങ്ങനെയായാ കഷ്ടാണ് കേട്ടോ. സഹിക്കണില്ല മോളെ. ഈ പുരയിടം കൂടി നഷ്ടപ്പെട്ട എങ്ങടാ പോവാ നമ്മള്? അതോർത്ത് അമ്മ വിഷമിക്കണ്ട. നോട്ടീസ് വന്നിട്ടല്ലേ ഉള്ളൂ. ജപ്തി നടത്തിപ്പ് വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സഹായിച്ച് സഹായിച്ച് അവസാനം നമുക്ക് ജപ്തി സമ്മാനിച്ച ഒരാളില്ലേ, ആനക്കമ്പക്കാരൻ കൃഷ്ണപ്രസാദ്. അങ്ങേരെ ഞാനൊന്ന് കാണട്ടെ. മോനെ പ്രസാദേ, പ്രസാദേ, ഉത്സവം കഴിഞ്ഞ പിന്നെ നിന്നെ കാണാൻ കിട്ടണില്ലല്ലോ. വാടോ, എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. പിന്നെ അവന്റെ അമ്മട്ട ഇപ്പോ സ്വല്പം തിരക്കുണ്ട്. ആനക്കോട്ടയിലെ കൂടെ ലോഡ് എത്തിയിട്ടില്ലേ പനമ്പട്ട? അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ വന്നേ തീരൂ. വാടാ, വന്നേ. മോനെ പ്രസാദേ, ഇവനിത് എവിടെ പോയി? വെറുതെ അല്ല ഇവൻ മുങ്ങിയത്. ജപ്തി അല്ലേ, ജപ്തി. എന്താ രാമേട്ടാ, എന്തെങ്കിലും പറഞ്ഞോ? അമൂലിന്റെ ഒരു പാൽപ്പൊടി വാങ്ങാൻ പറഞ്ഞു ഭാര്യ, പിന്നൊരു ഉജാലേ. പോട്ടേട്ടാ. മുങ്ങിക്കോ മുങ്ങിക്കോ, അങ്ങേരെ ഞാൻ പൊക്കിക്കോളാം. പിന്നെ പൊക്കിയെടുക്കാൻ ഇവളാര്? പാതാളക്കരണ്ടിന്റെ മോളോ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ കിട്ടും. എനിക്കറിയായിരുന്നു നീ അവിടെ മുങ്ങി ഇവിടെ പൊങ്ങുന്നു.
മോനെ അവള് ബാധ പോലെ കൂടിയിരിക്കാണല്ലോ നിന്റെ എന്ത് പുറകെ. ചെയ്യാനാ രാമേട്ട? എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ സഹായിക്കാൻ പോയത് അത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കരുതി. കുരിശൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു ചായ കൊണ്ടുവാ. അതൊക്കെ പോട്ടെ, നിന്റെ അളക്കല് കലക്കിട്ടോ. അതില് മായം ചേർത്തില്ലല്ലോ, സന്തോഷായി. തെക്കേക്കരക്കാർക്ക് തിടമ്പ് കിട്ടിയതിന്റെ മുഴുവൻ കഴിക്കും പ്രസാദന. അതിന് ഒരു പ്രസാദേ, ഓ ഇവര് തൈക്കാട്ട് ശരിനാ കഥകളി ബുക്ക് ചെയ്യാൻ. കലാമണ്ഡലത്തിലും കോട്ടക്കലും പട്ടിക്കാന്തൊടിയിലും ഉണ്ട്. കോട്ടക്കലാവുമ്പോ ശിവരാമനാശാൻ ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആയാലോന്നാ. ആവാം, നന്നാവും. അല്ലെങ്കിൽ പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ആയാലോന്നാ ശങ്ക. ഒന്നുമില്ലെങ്കിൽ പേരും പെരുമയുണ്ടല്ലോ. ശങ്ക വേണ്ട, കേമാവും. എന്നാ കലാമണ്ഡലം അത് തന്നെ. അപ്പൊ കലാമണ്ഡലം വരിക, ചെറുതൃത്തിക്ക് വെച്ച് പിടിക്കാം. ഇന്നലെ എന്തായിരുന്നു മഴ അല്ലേ? മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ കളത്തിങ്കൽ കല്യാണിയുടെ മോളില്ലേ, ആ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണ കുട്ടില്ലേ, ആ അവൾ ഇന്നലെ സന്ധ്യക്ക് പെരും മഴയത്ത് നനഞ്ഞ് കുളിച്ച് എന്റെ നേരെ ഇങ്ങോട്ട് വരിക. ചുരുണ്ട മുടിക്കൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുക. അവളുടെ ആ നനഞ്ഞ കണ്ണും നനഞ്ഞ ശരീരവും വിറയ്ക്കുന്ന ചുണ്ടുകളൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സറിയാതെ ഒന്ന് മന്ത്രിച്ചു. ആ കുട്ടിക്ക് നാളെ ജലദോഷം വരുമല്ലോ ഈശ്വര. പിന്നെ എന്താ വിചാരിച്ചേ? ആനത്താവളത്തിൽ പനമ്പട്ട് എത്തിക്കുന്ന കോൺട്രാക്ട് പണി വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നടത്തിക്കൊണ്ട് പോണേ. ആനകൾ ഒന്നും രണ്ടല്ല 64 എണ്ണ. അതിന്റെ ഇടയിലാണ് എന്റെ നീ ഒരു ആനസ്നേഹിയായ കാരണം കാര്യങ്ങൾക്കൊരു ചൊടിണ്ടാവും ഞാനും കരുതി. പക്ഷെ എല്ലാം നീ തെറ്റിച്ചു. എന്താ നന്ദേട്ടാ, എന്താ പ്രശ്നം ഉണ്ടായത്? നീ എന്ത് കളിയായി കളിക്കണേ? എല്ലാ ഏരിയയിൽ ലോടെത്തി, നിന്റെ ഏരിയയിൽ മാത്രമില്ല. ഓഹോ, അപ്പൊ അവൻ ഇതുവരെ അത് എത്തിച്ചില്ല അല്ലേ ആ തങ്കപ്പൻ? ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇങ്ങനെ ആനയുടെ പുറകെ നടന്ന് ഉഴപ്പാൻ തുടങ്ങിയ വലിയ കഷ്ടമാണ്. ഇതാണ് ഈ മൊബൈലുകാരുടെ പിച്ചക്കണക്ക് പറച്ചിൽ കേൾക്കുമ്പോ തല്ലി പൊട്ടിച്ചാലോ തോന്നും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കാൻ നോക്കുമ്പോ റേഞ്ചും ഉണ്ടാവില്ല, എന്നാ ബില്ലടക്കാൻ ചെന്നാലോ പോക്കറ്റിൽ ചേഞ്ചും ഉണ്ടാവില്ല. നോക്കിയ നോക്കിട്ട് ഇപ്പൊ തരാം. എടാ തങ്കപ്പ, നീ ഇത് എവിടെ പോയി കിടക്കുക? പട്ട ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പനയുടെ മുകളിലാണ്. ആഹാ, നീ അവിടം വരെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചതാണ് നടേശ മുതലാളിയുടെ പറ്റി. ആഹാ, എല്ലാം ജപ്തിയിരിക്കാണ് നടേശ മുതലാളി. ഒയ്യോ, കഴിഞ്ഞ മാസത്തെ കുടിച്ച കൊടുക്കാൻ താഴെ ഇറക്കൂലെന്ന് ഇറങ്ങിയ ഉറപ്പാണ് പട്ടിയടി. അവനൊരു കടിയും ചായയും, അവന് ചായയും കടിയും മേടിച്ചു. പ്രസാദേ, ഇത് ലാസ്റ്റ് വാണിംഗ്. ഇനി ഇത് വീണ്ടും ആവർത്തിക്കില്ല. ഉറപ്പ്. എന്തൊരു കഷ്ടമാണത്. തങ്കപ്പൻ എങ്ങനെ പട്ട പുറത്തു കിടത്തും? തൊടിയില് പട്ടി നിൽക്കുകയല്ലേ. പട്ടിക്കാൻ തൊടിന്ന് വേണമെന്നില്ല, നമുക്ക് കോട്ടക്കൽ തന്നെ ആയാലോ എന്നാ ശങ്ക. വേണ്ട, പട്ടിക്കാൻ തൊടി മതി. അത് തന്നെ. മുതലാളി പട്ടി പട്ടി അതല്ല മുതലാളി, ഈ പട്ടിയൊന്ന് അഴിച്ചു പറ്റി, അല്ലെങ്കിൽ ഞാനിവിടുന്ന് ചാവും. അതോർത്ത് വിഷമിക്കണ്ട, പീഡിയങ്ങട് വിട്ടോ, താഴെ കിടന്ന് ചാവാം. നിന്റെ മുതലാളി പൈസ ഒന്ന് തീർക്കണവരെ ഇറക്കണ പ്രശ്നമില്ല. ഇല്ല, സാധിക്കില്ല. 2-3 മാസം കുടിശ്ശികയായിട്ട് രൂപ 10,000-ഓളം എനിക്ക് കിട്ടാണ്ട്. അത് തീർത്തിട്ട് മതി പട്ട വെട്ടലോ. ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുക. കൂടുതലൊന്നും പറയാല്ല. കയ്യില് കാശുണ്ടോ? പട്ട കയ്യില്, അല്ലെങ്കിൽ വെറും കയ്യോടെ, അത്ര തന്നെ. മുതലാളി, കാശൊക്കെ തരാം, പക്ഷെ ഗുരുവായൂരപ്പനോട് കണക്ക് പറയരുത് കേട്ടോ. അതിന് നീ ഗുരുവായൂരപ്പനാ? ഞാൻ ഗുരുവായൂരപ്പനല്ല. ഈ പട്ടയൊക്കെ പോണത് എന്റെ വീടിന്റെ പറമ്പിലേക്കല്ല, പിന്നെ സഷാൽ ഗുരുവായൂരപ്പന്റെ ആനകൾക്കാ. അതൊക്കെ ഓരോരുത്തർ കാണിക്കായിട്ട് അങ്ങടാ കൊടുക്കാറ്. ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയാലോ, ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാ. 2-4 ദിനം കൊണ്ട് ഒരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ബാക്കി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയാ, ഗുരുവായൂരപ്പനോടാ കളി. വിളിച്ചാ വിളിപ്പുറത്താ പെശക. പോയി വെട്ടിക്കോളാം, പോയി വെട്ടിക്കോ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി വെട്ടിക്കണോ? മുതലാളിക്ക് വെട്ടിക്കോ. വേഗം വേഗം ഒന്ന് വേഗം കേറ്റൻ ഉണ്ണികൃഷ്ണൻ. ചില വ്യവസ്ഥയുണ്ട്. എന്ത്? നടേശ മുരളി പറഞ്ഞു പറ്റിച്ച്, പക്ഷെ അതുപോലെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ടേട്ടാ. എന്താ തിരുമനസേ? പനമോളിലെ വെയിറ്റിംഗ് ചാർജ് അടക്കം ഞങ്ങളുടെ കൂലി തരാതെ പനമേക്കറ പ്രശ്നമില്ല. എന്റെ തങ്കപ്പ, ദേ അങ്ങനെ പറയില്ലേ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണക്ക് തീർക്കുന്നത് നിങ്ങളുടെയൊക്കെ അല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂലില്ലാതെ പനമേക്കറ പ്രശ്നമില്ല. തങ്കപ്പ, എനിക്കറിയാം നിനക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒക്കെ ആക്ടിങ് അല്ലേ. ഈ സൈസ് വേലകളൊന്നും തങ്കപ്പനോട് തോടൂലട്ടാ. ഒന്നല്ലേ കൂലി ബാക്കി തന്നെ, അതല്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം.
അല്ലാതെ പനമേക്കാരുടെ പ്രശ്നം ശരി, എങ്കിൽ ഞാനൊരു വ്യവസ്ഥ പറയാം. നിങ്ങൾ ആദ്യം പനയുടെ മുകളിൽ കയറി പട്ട വെട്ടുന്നു. ഒന്ന് പറയട്ടെ എന്റെ ചങ്ങാതി. ആദ്യം പനയെ കയറി പട്ട വെട്ടുന്നു. പിന്നെ ഞാൻ എപ്പ കൂലിയായിട്ട് അങ്ങോട്ട് വരുന്നു അതുവരെ അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് ഇറങ്ങിയാ മതി. മതി മതി. ഇപ്പൊ ഒരു വ്യവസ്ഥ അത് തന്നെ. അങ്ങനെ വഴിക്കുവാ. ഈ തങ്കപ്പനെ നടേശം മുതലാളിയെപ്പോഴും മണ്ടലെല്ലാം ഇപ്പൊ മനസ്സിലായി. പിന്നെ വാക്ക് മാറരുത്. വ്യവസ്ഥ മാറ്റരുത്. ഇല്ലില്ല. വ്യവസ്ഥയ്ക്ക് എങ്ങനെ നമ്മ പന കയറി പട്ട വെട്ടുന്നു. കൂലി തന്നു തീർക്കാതെ നമ്മൾ പനയെന്നിറങ്ങണ പ്രശ്നമില്ല. അല്ല പിന്നെ തങ്കപ്പനെടുത്ത കളി. ആദ്യം പട്ട വെട്ടുന്നു, കൂലി തരാതെ ഇറങ്ങും വേണ്ട. പയം പിന്നെയും പറ്റിച്ചല്ലോ.